ഫസ്റ്റ് നമുക്ക് ജനറലായിട്ട് ലോ പാസ് ഫിൽറ്റർ എന്താ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഓപ്പാമ്പ് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ വന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ലോ പാസ് ഫിൽറ്റർ വന്നിട്ട് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ RC നെറ്റ്വർക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു പടം താഴത്ത് കണ്ടോ, ഫിഗർ 15.3 എ പടം, അതായത് ഒരു റെസിസ്റ്റൻസ് സീരീസ് വിത്ത് കപ്പാസിറ്റൻസ് പാരലലായിട്ട് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇൻപുട്ടായിട്ട് നമ്മൾ ഒരു വി ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീക്വൻസി സിഗ്നൽസ് വന്നിട്ട് AC സിഗ്നൽസ് വന്നിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി വന്നിട്ട് ലോ ഫ്രീക്വൻസിനകത്ത് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ റിയാക്റ്റൻസ് വാല്യൂ വന്നിട്ട് ഹൈ ആയിരിക്കും. റിയാക്റ്റൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, XC ആണ്. അതായത് എന്താണ്, ഇത് റെസിസ്റ്റൻസ് ആണ് അല്ലേ, വൺ ഓഫ് ദ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഹൈ ആണെന്നുണ്ടെങ്കിൽ എന്താകും, നമ്മൾ കടത്തി വിടുന്ന വോൾട്ടേജ് വന്നിട്ട് റെസിസ്റ്റൻസിൽ കൂടി പോയിട്ട് കപ്പാസിറ്റൻസിൽ പോകത്തില്ല. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് എന്താണോ അത് അങ്ങനെ തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് V0 ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ലോ ഫ്രീക്വൻസിനകത്ത്. ഇതേത് ഹൈ ഫ്രീക്വൻസി ആകും തോറും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ റിയാക്റ്റൻസ് ലോ ആകാൻ തുടങ്ങും. അങ്ങനെ ലോ ആകാൻ തുടങ്ങുമ്പോഴേക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് വന്നിട്ട് ഗ്രൗണ്ടിൽ വന്നിട്ട് വന്നു പോകും. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് നോക്കുമ്പോഴേക്കും എന്തായിരിക്കും, വളരെ സ്മോൾ വാല്യൂ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമ്മൾ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് വരയ്ക്കാനുള്ള പടം. താഴെ ഇരിക്കുന്ന ഈ ഈക്വേഷൻസ് ഒന്നും നിങ്ങൾ എഴുതാൻ നിൽക്കേണ്ട, ഈ പടം വരയ്ക്കുക. എന്നിട്ട് വന്നിട്ട് എന്താണ്, ഈ തൊട്ടടുത്തിരിക്കുന്ന ഗ്രാഫും വരയ്ക്കണം. ആദ്യം തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ഐഡിയൽ ക്യാരക്ടറാണ്, അതായത് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് ഷാർപ്പായിട്ട് 0 ആകണമായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ അത് കിട്ടത്തില്ല. അതായത് നമ്മളിപ്പോൾ എന്ത് ഗെയിൻ സെറ്റ് ചെയ്യുന്നുണ്ടോ ആ ഗെയിൻ അനുസരിച്ചിട്ട് പോകും. എന്നിട്ട് ഒരു സ്ലോപ്പായിട്ടായിരിക്കും പതുക്കെ 0 ആകുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കപ്പാസിറ്റൻസ് സീരീസിൽ വെച്ചിട്ട് റെസിസ്റ്റൻസ് വന്നിട്ട് നമ്മൾ പാരലൽ വെക്കണം. ഇവിടെയും അതേപോലെ തന്നെ എന്താണ്, ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസിനകത്ത് വരുമ്പോഴത്തേക്കും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വന്നിട്ട് ഹൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താകത്തില്ല, ആ കപ്പാസിറ്റൻസിൽ തന്നെ ഫുൾ ചാർജായി പോകും, നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഔട്ട്പുട്ട് നോക്കുമ്പോഴത്തേക്കും 0 ആയിരിക്കും എന്നും നമുക്ക് പറയാം. ഇത് ഹൈ ഫ്രീക്വൻസി ആകും തോറും ഫ്രീക്വൻസി ഇങ്ങനെ പതുക്കെ കൂടിക്കൊണ്ടേയിരിക്കുന്നതിന് പർട്ടിക്കുലർ ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്കും ഫ്രീക്വൻസി കൂടുന്തോറും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറഞ്ഞുകൊണ്ടേ വരുന്നതിന്. അപ്പോൾ നമുക്ക് പതുക്കെ എന്താകും, ഔട്ട്പുട്ട് വന്നിട്ട് കിട്ടാൻ തുടങ്ങും. ആ കിട്ടാൻ തുടങ്ങുന്ന ആ ഒരു ഫ്രീക്വൻസിയാണ് നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നിരിക്കുന്നതാണ്. അടുത്തത് നമുക്ക് പൊതുവെ ആക്റ്റീവ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത്